എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. ഞാനും ഇവിടെ അടിപൊളിയായിരിക്കുന്നു. വേറൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ സ്വന്തം വീട്ടിലെ പച്ചക്കറി തോട്ടവും വിളവെടുപ്പിൻ്റെ കാഴ്ചകളുമാണ്. എല്ലാവരും കാണുകയും അഭിപ്രായം അറിയിക്കുകയും ചെയ്യണേ. എന്തുകൊണ്ട് പുഴു പറയൂ. പ്രാണികൾ വന്ന് കുത്തുമ്പോ അതിൻ്റെ അകത്ത് മുട്ട വീഴും. ആ മുട്ട വലുതാകും തോറും ആകെ വലിച്ചോണ്ടിരിക്കും. കൊഴിഞ്ഞു പോച്ചാൽ പിന്നെ ആ പുഴുക്കൾ വീണ്ടും വലുതായി വീണ്ടും ആ പ്രാണികളായിട്ട് വരും. അപ്പൊ അതാണ് നമ്മൾ ചെറുപ്പത്തിൽ തന്നെ കൂടിടുന്നത്. സാധാരണ ഇത്രയും തന്നെ തീരെ ചെറുതായി കാണിച്ചു. ഇതിനേക്കാൾ ചെറുതായിരിക്കും. അന്നേരം തന്നെ ഈ പ്രായം വരുമ്പോൾ തന്നെ കവർ ചെയ്യണം. അതായത് മാർഗം തൽക്കാലമുള്ളൂ. അല്ലെ പിന്നെ നമ്മൾ വിഷമൊക്കെ അടിക്കണം. നമ്മളൊക്കെ അടയ്ക്കും. മഴ കാരണം വളം ചെയ്യാൻ പറ്റില്ല. ഇനി മുഴുത്ത് കിട്ടാൻ പാടാ. വളം ഇട്ട് കൊടുത്താല് കാ മുഴുത്ത് കിട്ടുമോ? ഇപ്പൊ കായ ഉണ്ടാകുന്നുണ്ട് ഇപ്പൊ. പക്ഷെ അത് മുഴുവൻ കിട്ടുവാന്നുള്ളത്. അപ്പൊ ഈ ഒരു സെറ്റ് ഇത് ഉണ്ടായി കഴിഞ്ഞിട്ട് ഇതിൽ ഇനിയും പൂവുണ്ടായിട്ട് കായ ഉണ്ടാവും. ഏകദേശം ഒരു 45 ദിവസം വിളവെടുപ്പുണ്ടാവും. അതായത് കായ്ക്കാൻ 45 ദിവസവും പിന്നെ ഒരു 45 ദിവസം വിളവെടുക്കാനുമുണ്ട്. നട്ടിട്ട് 45 ദിവസം നമുക്ക് കായ കിട്ടും. തുടങ്ങും. തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഒരു 45 ദിവസം അങ്ങനെ മൊത്തം 3 മാസം നമുക്ക് നോക്കിയെടുക്കാം. അപ്പം കണ്ടന്റിന് വേണ്ടി പറയുന്നതാണോ അല്ലാണ്ട് പക്ഷെ അവരവിടെ വിൽക്കുന്നത് വില കുറച്ചിട്ടാണല്ലേ? അപ്പൊ ഈ ഓണച്ചന്തയ്ക്ക് കൊടുക്കുന്ന സാധനം നമ്മുടെ സാധാരണ പച്ചക്കറി കടയിൽ നിന്ന് വില കുറവായിരിക്കും. ആ ഇനി കർഷകരോട് ചോദിക്കാം, കോവക്കയുടെ പീരീഡ്, അതായത് നട്ട് കഴിഞ്ഞ് എത്ര ദിവസങ്ങൾക്കുള്ളിൽ നമുക്ക് പച്ചക്കറിയും സാധാരണഗതിയിൽ 45 ദിവസം അല്ലെങ്കിൽ 60 ദിവസം, ചിലതിന് 60 ദിവസം, 60 ദിവസം കൊണ്ട് പിന്നെ ആയാകും. ഈ ഒരു ചെടി എത്ര നാൾ നിൽക്കും? അത് കാലാവസ്ഥ അനുസരിച്ച് ഒരു 3 മാസം വരെ നിൽക്കാം മാക്സിമം. കോവയ്ക്ക് അങ്ങനെ എന്തെങ്കിലും ടൈം ഇതുണ്ടോ ഇത് കൃഷി ചെയ്യാനായിട്ട്? ഒന്നുമില്ല. പക്ഷേ സാധാരണ ചെയ്യണ പോലെ തന്നെയാണ്. പിന്നെ കോവലിന്റെ ഏറ്റവും പ്രത്യേകത പന്തലിലാണ് എൻ്റെ കാര്യം ഇരിക്കുന്നത്. പന്തൽ നമ്മൾ വളരെ ശ്രദ്ധിച്ചിടുകയാണെങ്കിൽ നന്നായിട്ട് വീഴും, കാ വീഴും. കോവയ്ക്ക് നല്ല വെയിൽ വേണം. നല്ല വെയിൽ വേണം. പിന്നെ മഴക്കാലത്തെ അതിജീവിക്കാനുള്ള കഴിവ് മറ്റ് പച്ചക്കറികളെ അപേക്ഷിച്ച് ഉണ്ട്. അതാണ് എൻ്റെ പ്രത്യേകത. ചെറിയ കറയുണ്ടല്ലേ? നെറ്റിന് ഓപ്പോസിറ്റ് പിടിച്ചാൽ മതി. പിന്നെ എങ്ങനെയാണോ തിരിഞ്ഞിരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് പിടിച്ചത്. പെട്ടെന്ന്
ഇതെന്തോ പ്രത്യേകതരം ഇതാണെന്ന് എനിക്ക് തോന്നുന്നു. ഇത്തിരി വീതിയുള്ള ടൈപ്പ് കോവയ്ക്കാണ് അല്ലേ? നാടനല്ല ഇത്? ഓണച്ചന്തയ്ക്ക് വേണ്ടി ഞങ്ങൾ കോവയ്ക്ക പറിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സൈഡിൽ പോ, ആ സൈഡിൽ പോ. പുരയിടത്തിൽ അപ്പൊ ആ സൈഡിൽ പോവാൻ അതാ ബക്കറ്റും കൂടി കൊടുക്കും. അപ്പൊ നിങ്ങൾ അവിടെ ഒരുമിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാവും. എന്തൊക്കെ പെടാ നോക്കേ. മഴയില്ലാന്നെങ്കിൽ ഞാൻ തകർത്തേനടി. മഴ ഇത്ര 8 ദിവസം വിളവെടുപ്പിന്റെ സമയത്താണ് മഴ. ഇല്ലെങ്കിൽ തകർക്കില്ല. നമ്മുടെ ഈ ഇപ്പുറത്തെ സാധനത്തിന്റെ പേരെന്താ? ചൊരയ്ക്ക. ചൊരയ്ക്ക. അത് ലിറ്റിക്ക് വേണമെന്ന് ചോദിക്കാറ്. അത് രണ്ടെണ്ണം കിടപ്പുണ്ട്. മെസ്സേജ് ചോദിക്കാം. കറിച്ചൊരയ്ക്ക. അപ്പൊ നമ്മൾ നല്ല വെണ്ടയ്ക്കൊക്കെ പറിച്ച് കൃഷി ഓഫീസറിന് വെണ്ടയ്ക്ക ഹാൻഡിൽ ചെയ്യാണ്. കൃഷി ഓഫീസർ ഓണച്ചന്തയിൽ കൊണ്ട് വിൽക്കും. പൈസ ഒക്കെ കറക്റ്റായിട്ട് എത്തിച്ചേക്കണം. ഗ്രാമപഞ്ചായത്തുകളിലും നമ്മുടെ ഓണം പ്രമാണിച്ച് വില കൂടുന്നത് നിയന്ത്രിക്കാനായിട്ട് കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും ഓണ വിപണി സംഘടിപ്പിക്കുകയാണ്. 2 കാര്യമാണ് അതിന്റെ ലക്ഷ്യം. ഒന്ന്, നമ്മുടെ കർഷകർക്ക് അവരുടെ ഉൽപ്പന്നത്തിന് നല്ല വില കൊടുത്ത് സംഭരിക്കുക. രണ്ടാമത്തേത്, വിപണി വിലയേക്കാൾ വില കുറച്ച് പൊതുജനങ്ങൾക്ക് സാധനം ലഭ്യമാക്കുക എന്നുള്ളതാണ്. ഈ 2 ഇതും ലഭ്യമാക്കുന്ന രീതിയിൽ നമ്മുടെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും ഓണ വിപണി തുടങ്ങുകയാണ്. നമ്മുടെ തകരശ്ശേരി ബ്ലോക്കിലെ 5 പഞ്ചായത്തുകളിലും ഓണ വിപണി നിലവിലിപ്പോൾ പലർക്കും ആരംഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ പണാവളിയിലാണ് ബ്ലോക്ക് തലത്തിലുള്ള ഉദ്ഘാടനം സംഘടിപ്പിക്കുന്നത്. ആ ഉദ്ഘാടനം നിർവഹിക്കുന്നതായി ഏറ്റവും ബഹുമാനപ്പെട്ട തകരശ്ശേരി ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിദ്യാവരെ ആദരപൂർവ്വം ക്ഷണിച്ചു. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഓണം നമ്മളിങ്ങനെ കാത്തുകാത്തിരുന്ന ഓണം വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട് ഓണത്തിന് വേണ്ടി വളരെ ആഹ്ലാദത്തോടുകൂടി സമയമാണ്. നമ്മുടെ പച്ചക്കറി നാട്ടിലെ കർഷകർ ഉൽപ്പാദിപ്പിച്ച പച്ചക്കറികളെ ഏറ്റവും വില കുറഞ്ഞ വിലയ്ക്ക് സാധാരണക്കാർക്ക് ലഭ്യമാകുക. അതേസമയം കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ പരമാവധി വിറ്റഴിക്കാൻ സാധിക്കുന്ന തരത്തിലാണ് നമ്മൾ ഈ വിപണിയിൽ സജ്ജീകരിച്ചിട്ടുള്ളത്. ആദ്യ വിൽപ്പന സാധനം ഏറ്റുവാങ്ങുന്നതിന് മുമ്പ് 2 വാക്ക് പറയട്ടെ. കേൾക്കുന്നവരെ, ഓണമെന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലൊക്കെ നിത്യഹരിതാപമായ ഓർമ്മകളും പൂക്കാലങ്ങളും നൽകുന്ന ഒന്നാണ്. ഇത് നല്ലൊരു സന്തോഷകരമായ ദിവസത്തിൻ്റെ തെളിമയുള്ള ഒരു പ്രഭാതം കൂടിയാണ്. നിങ്ങൾക്ക് ഓണാശംസകൾ നേരുന്നതോടൊപ്പം തന്നെ ഒരു നാടോടി കവിത കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഓണമായിതാ വീണ്ടും ഓർമ്മകൾ കളമിട്ട് പാടികൾ കൊട്ടിപ്പാടും ചീരുകൾ ഉയരുന്നു. നഷ്ടമായ ബാല്യകാലവും പരിപുഷ്ട സ്വപ്നജാലങ്ങൾ തീർത്ത ഗ്രാമവും സഖി. ഈ ആ സഖിയെ കുറിച്ച് നമുക്കെല്ലാം അറിയാം.